ഇഷ്ടപ്പെട്ട നടിയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് സംഗീത ലക്ഷ്മണ എന്ന അഡ്വക്കേറ്റ് രംഗത്ത് വന്നു. ഇതായിരുന്നു രാജ് ടോക്കിന്റെ ഹെഡിങ് കേട്ടോ, അല്ലെങ്കിൽ തമ്പനയില്. ഇത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു, ഓ സംഗീത ലക്ഷ്മണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തുകൊണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. കാരണം വിധിപ്പകർപ്പ് വായിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സംഗീത ലക്ഷ്മണ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അവരുടെ നിലപാടിനൊപ്പം തന്നെ ആയിരുന്നില്ല വിധി വന്നത്. പിന്നെ എന്ത് സംഭവം എന്നുള്ളത് ഞാൻ അവരുടെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കണ്ടു. ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു പോസ്റ്ററിൽ പോലും ഈ ഇരയോട് അവരൊരു മാപ്പ് പറയുന്നതായിട്ടുള്ള ഒന്നും കണ്ടില്ല. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ 2017 തുടക്കം മുതൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. 2017 ദിലീപിന് ജാമ്യം കിട്ടിയ സമയത്ത് മീഡിയ അവരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിലും അവർ പറഞ്ഞ വാക്കുകൾ ഇന്ന് അവർ പറഞ്ഞ വാക്കുകളും ഒന്ന് തന്നെ. അതായത് ഇതിൽ ദിലീപിനെ കുടുക്കിയതാണ്, പെടുത്തിയതാണ്. ചില ആളുകൾക്ക് ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ അവർ